ഹലോ, വെൽക്കം ടു സെലക്ട് അപ്പ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്സിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ റിട്സിനെ കുറിച്ച്. സോ ആദ്യമായി റിട്സ് എന്താണെന്ന് മനസ്സിലാക്കുക. സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇഷ്യൂ ചെയ്യുന്ന ഫോർമൽ ഓർഡേഴ്സാണ് റിട്സ്. ഈ റിട്സ് അതെന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്? സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനുവേണ്ടി സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇറക്കുന്ന ഫോർമൽ ഉത്തരവുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റിട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊരു ഭാഗമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ട്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 12 to 35 എന്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അതായത് പൗരന്മാരുടെ സിറ്റിസൺസിൻ്റെ എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും സിറ്റിസൺസിന് മാത്രമുള്ളതല്ല. ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാ വ്യക്തികൾക്കുള്ളതാണ്, ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ പാർട്ട് 3 പറയുന്നു. എവിടെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിക്കിൾ 35 വരെ, 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു ആർട്ടിക്കിളാണെന്ത്? ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത് പറയുമ്പോൾ ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു പ്രത്യേകത പറയാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ. അതായത് നമ്മളുടെ പാർട്ട് 3 പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ വയലേഷനെതിരെ സിറ്റിസൺസിന് എവിടെ പോകാം? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോകാം. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നേടിയെടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് കോടതിയിൽ പോകാം. കോടതികൾ അവിടെ ഇടപെടുകയും സർക്കാരിനോട് എന്ത് ചെയ്യണം? ആ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ നടത്തി കൊടുക്കാനുള്ള ഉത്തരവ് കൊടുക്കുകയും വേണം. അതേസമയം നമ്മുടെ ഭരണഘടനയിലുള്ള മറ്റൊരു സംവിധാനമാണ് എന്ത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്തല്ല? നിർദ്ദേശക തത്വങ്ങൾ എന്തല്ല? ജസ്റ്റീഷ്യബിൾ അല്ല. ഇത് നമ്മൾ ബേസിക്കായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന 5 റിട്ട്, ഈ 5 റിട്ടും എന്തിനാണ്? ജനങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. അതായത് എന്ത് എൻഫോഴ്സ് ചെയ്യാനാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാനാണ്. സോ ഈ റിട്സ് ഇതെന്താണ്? ഇറ്റ് ഈസ് എ ലീഗൽ റെമഡി. എന്താണിത്? ലീഗൽ റെമഡിയാണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ജനങ്ങൾക്കുള്ള ലീഗൽ റെമഡിയാണ് എന്ത്? ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന 5 റിട്സ്. ഓക്കെ, ഇനി നമ്മൾക്ക് അറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെയുണ്ട്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അങ്ങനെ ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അങ്ങനെ തന്നെ ഒരു റൈറ്റാണ് എന്ത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് നമ്മളുടെ മൗലിക അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾക്ക് കോടതിയിൽ പോകാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുന്നത് എന്താണ്? ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അതായത് നമ്മളുടെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾക്ക് കോടതിയിൽ പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെ നമ്മളുടെ മറ്റൊരു മൗലിക അവകാശമാണ്. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭരണഘടനാ ശില്പിയാണ്. അദ്ദേഹം ഈ ആർട്ടിക്കിൾ 32, അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന ആർട്ടിക്കിളിനെ, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ വിളിച്ചത് എന്താണ്? ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? നമ്മളുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. നമ്മൾക്കറിയാം, ഹൃദയമില്ലെങ്കിൽ എന്താണ്? ജീവൻ്റെ തുടിപ്പ് നിലയ്ക്കും. നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ആത്മാവ് പോയാൽ എന്താണ്? ജീവൻ്റെ തുടിപ്പ് നിലയ്ക്കും. അപ്പോൾ വിത്തൗട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് എസ്പെഷ്യലി ആർട്ടിക്കിൾ 32 വിച്ച് ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? മരിച്ചു പോകും. കോൺസ്റ്റിറ്റ്യൂഷൻ മരിച്ചാൽ രാജ്യം തന്നെ ഇല്ലാതാകും. കാരണം നമ്മുടെ രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്ന ഒരു ചാലക ശക്തിയാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്താണ് ഈ ആർട്ടിക്കിൾ 32 പറയുന്നത്? അത് ഇൻഡിവിജ്വൽസിന് ഒരു പവർ കൊടുക്കുകയാണ്. എംപവേഴ്സ് ഇൻഡിവിജ്വൽസ് ടു മൂവ് സുപ്രീം കോർട്ട് ടു എൻഫോഴ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ജനങ്ങൾക്ക് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 കൊടുക്കുക. നോർമലി നമ്മൾ എന്താ ചെയ്യുക? ഒരു സബോർഡിനേറ്റ് കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ടാവാം, ജില്ലാ കോടതി ആവാം, അവിടെയൊക്കെ ഒരു കേസ് കൊടുത്ത് അതിൻ്റെ വിധി വന്നാൽ പിന്നീട് അപ്പീൽ പോയിട്ടാണ് ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും നോർമലി പോവുക. പക്ഷേ
ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോവാം. ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. നമ്മളുടെ ഭരണഘടനാ ശില്പികൾ ഓരോ വ്യക്തിയുടെയും മൗലിക അവകാശങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യം നൽകി എന്നതാണ് ഈ ആർട്ടിക്കിൾ 32 കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി ചില ഡയറക്ഷൻ, ഓർഡർ അല്ലെങ്കിൽ റിട്ട്സ്, ഫോർമൽ ഓർഡർ അത് കൊടുക്കും. ഓക്കെ, അത് ഏതൊക്കെയാണ് ആ റിട്ടുകൾ? ഒന്ന്, ഹേബിയസ് കോർപ്പസ്. നമ്മൾ പല സിനിമകളിലായി പലപ്പോഴും കേട്ടിട്ടുള്ള, നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണെന്ത്? ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തേത് എന്താണ്? മാൻഡമസ്. മൂന്നാമത്തേത് പ്രൊഹിബിഷൻ. നാലാമത്തേത് സെർഷ്യോറി. ലാസ്റ്റ് വൺ കോവാറണ്ടോ. പിന്നെ ഇത് പറയുമ്പോൾ റിട്ടുകൾ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പല ഭാഗങ്ങളും ലോകത്തിൽ നിലനിന്നിരുന്ന പല ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്, ഉൾക്കൊണ്ടതാണ്. അങ്ങനെ ബ്രിട്ടനിൽ നിന്ന് എടുത്താണ് റിട്ട്. അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. റിട്ട് ബ്രിട്ടൻ, ബ്രിട്ടൻ റിട്ട്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 32 എന്താണ് പറയുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എവിടെ പോകാം? സുപ്രീം കോടതിയിൽ പോകാം. അങ്ങനെ സുപ്രീം കോടതിയിൽ പോകാമെന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓക്കെ, സോ യുവർ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അത് തന്നെ എന്താണ്? ഒരു മൗലിക അവകാശമാണ്. ഓക്കെ, അതുപോലെ റിറ്റുകൾ സുപ്രീം കോടതിക്ക് മാത്രമല്ല റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ആർക്കുമുണ്ട്? ഹൈക്കോടതിക്കുമുണ്ട്. ഹൈക്കോടതിക്ക് റിറ്റ് ഇഷ്യൂ ചെയ്യാം എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പറയുന്നത് ഹൈക്കോർട്ടിൻ്റെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഹൈക്കോർട്ടിന് എപ്പോഴൊക്കെ റിട്ട് ഇഷ്യൂ ചെയ്യാം? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്താനും മാത്രമല്ല ഫോർ എനി അതർ പർപ്പസ്, അതായത് മറ്റ് ലീഗൽ റൈറ്റ്സ്. നമ്മൾക്കറിയാം, നമ്മൾക്ക് ഒരുപാട് റൈറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, ചില റൈറ്റ് നമ്മുടെ ലീഗൽ റൈറ്റ് ആണ്. ഉദാഹരണത്തിന് റൈറ്റ് ടു വോട്ട്, അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. റൈറ്റ് ടു പ്രോപ്പർട്ടി മുമ്പ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു, പക്ഷേ ഇന്നെന്താണ്? അതൊരു ലീഗൽ റൈറ്റ് ആണ്. നമ്മൾക്ക് എന്താണ്? റൈറ്റ് ടു വോട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ലാൻഡ് റൈറ്റിന് വേണ്ടിയിട്ട്, ഓക്കെ, ലാൻഡ് റൈറ്റിന്, പ്രോപ്പർട്ടി റൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കാം. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ വക കാര്യങ്ങൾക്ക് റിട്ട് നേരിട്ട് സമർപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റിട്ട് ജൂറിസ്ഡിക്ഷൻ ആരുടെയാണ് വൈഡർ? സുപ്രീം കോടതിയുടെയാണോ ഹൈക്കോടതിയുടെയാണോ? ആൻസർ ഈസ് സിമ്പിൾ, ഹൈക്കോടതിയുടെ റിട്ട് ജൂറിസ്ഡിക്ഷൻ. ഹൈക്കോടതികളുടെ റിട്ട് ജൂറിസ്ഡിക്ഷനാണ് വൈഡർ. കാരണം എന്താണ്? സുപ്രീം കോടതിക്ക് എപ്പോഴാണ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ പറഞ്ഞ 5 റിട്ട് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ഉണ്ടായാൽ. പക്ഷേ ഹൈക്കോടതികൾക്കാണെങ്കിലോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനോടൊപ്പം മറ്റ് ലീഗൽ റൈറ്റ്സിൻ്റെ വയലേഷനും സിറ്റിസൺസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി റിട്ട് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? 226, അതായത് ഹൈക്കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 32, അതായത് സുപ്രീം കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷനേക്കാളും എന്താണ്? വലുതാണ്. സോ വി ക്യാൻ സേ 226 ഈസ് ഗ്രേറ്റർ ദാൻ 32. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഹൈക്കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷനാണ് വൈഡർ. കാരണം എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനോടൊപ്പം മറ്റ് ലീഗൽ റൈറ്റ്സിൻ്റെ വയലേഷനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിറ്റ് ഇഷ്യൂ ചെയ്ത് സിറ്റിസൺസിന് ഒരു ലീഗൽ റെമഡി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല ഭാഗങ്ങളും അത് എന്താണ്? പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ റിറ്റ് ജൂറിസ്ഡിക്ഷൻ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാം. ഒന്നാണ് ആർട്ടിക്കിൾ 12. നമ്മളുടെ മിക്ക റിറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ആർക്കെതിരെയാണ്? സ്റ്റേറ്റിനെതിരെയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്ച്വലി സിറ്റിസൺസിന് അവകാശങ്ങൾ കൊടുക്കുകയും സ്റ്റേറ്റിന് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ്. സിറ്റിസൺസ് പലപ്പോഴും എന്താണ്? സ്റ്റേറ്റ് അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്? വയലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ കോടതിയിൽ പോകുന്നു. അപ്പോൾ സ്റ്റേറ്റ് എന്താണെന്നുള്ള വ്യക്തമായ ധാരണ വേണം. കാരണം സ്റ്റേറ്റിനെതിരെയാണ് ഈ റിറ്റ് പലപ്പോഴും പ്രയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനിഷൻ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12. ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 12 എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് എന്താണ് എന്ന് പറയുന്നു. അതുപോലെ ആർട്ടിക്കിൾ 139 നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിക്ക് റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ പാർലമെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സുപ്രീം കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യാം. കൂടുതൽ റിറ്റ് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്ക് കൊടുക്കാം. അത് ആർക്കാണ് കൊടുക്കാനുള്ള അവകാശം? പാർലമെൻറ്റിലാണ് കൊടുക്കാനുള്ള അവകാശം. അതുപോലെ ആർട്ടിക്കിൾ 359 നമുക്കറിയാം. ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 360 എമർജൻസികളെ കുറിച്ച് പറയുന്നു. അതിൽ ആർട്ടിക്കിൾ 359 എന്താണ് പറയുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സസ്പെൻഷൻ, എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സസ്പെൻഷൻ നടക്കുന്നു. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സസ്പെൻഷൻ നടക്കുമ്പോൾ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, കോടതിയിൽ പോയി
മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാനുള്ള അവകാശവും ഒരു മൗലിക അവകാശമാണ്. അത് എത്രത്തോളം ഹനിക്കപ്പെടുന്നുവെന്ന് ആർട്ടിക്കിൾ 359 പറയുന്നു. അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി കുറച്ച് കഴിയുമ്പോൾ പഠിക്കാം. പിന്നെ ആർട്ടിക്കിൾ 226 ഓൾറെഡി പഠിച്ചു, ഹൈക്കോടതിയുടെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ. ആർട്ടിക്കിൾ 227 എന്താണ് പറയുന്നത്? ഹൈക്കോടതിക്ക് എന്താണ് സൂപ്പർവൈസറി കൺട്രോൾ ഉണ്ട്. ലോവർ കോർട്ട്സ്, ഹൈക്കോടതിയുടെ കീഴിലുള്ള ഡിസ്ട്രിക്ട് കോർട്ട് അഥവാ നമ്മുടെ മജിസ്ട്രേറ്റ് കോർട്ട്സ് പോലെ സബോർഡിനേറ്റ് കോടതിയിലും ട്രൈബ്യൂണൽസ് ഇപ്പോൾ കേരളത്തിലൊരു ട്രൈബ്യൂണൽ ഉണ്ടെങ്കിൽ ആ ട്രൈബ്യൂണലിൻ്റെ മേലെ സൂപ്പർവൈസറി പവർ ആർക്കുണ്ട്? കേരള ഹൈക്കോടതിക്കുണ്ട്. ഇത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 227. അതുപോലെ ആർട്ടിക്കിൾ 136 സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം? SLP എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. അതായത് താഴത്തെ കോടതിയിൽ ഒരു റിട്ട് റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നോർമൽ കേസസിൽ നമ്മളുടെ ഹൈക്കോടതിയിൽ നമ്മൾ നോർമലി ഒരു കേസിന് പോയി, ആ കേസ് തള്ളിയാൽ നമുക്ക് ഉടനെ അതിൻ്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ല. ചില കേസിൽ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിനോടൊപ്പം എഴുതും, ഈ കോടതി ഈ വിധി അല്ലെങ്കിൽ ഈ കേസ് എന്താണ് സുപ്രീം കോടതിയിൽ പോകാനും അപ്പീൽ പോകാൻ യോഗ്യതയുള്ള കേസാണ്. കാരണം ഈ കേസിൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ, പ്രധാനപ്പെട്ട ഒരു നിയമ ചോദ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ നമുക്ക് നോർമൽ അപ്പീൽ സുപ്രീം കോടതിയിൽ പോകാം. പക്ഷെ പലപ്പോഴും ചെറിയ കേസുകൾക്ക് അത് കൊടുക്കില്ല. ബിക്കോസ് ആ ചെറിയ കേസിൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോഴും പക്ഷേ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതിയിൽ എന്ത് പ്രൊവിഷനിൽ പോകാം? സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന ഒരു സാധനം ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ നേരിട്ട് പോകാം. ഓക്കെ, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ അല്ല. ഓക്കെ, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ആവണമെന്നില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് നമുക്ക് ഡയറക്റ്റ് പോവാം. മറ്റ് ലീഗൽ റൈറ്റ്സിന് നമ്മൾ ആദ്യം ഹൈക്കോടതിയിൽ പോയി, അവിടുന്ന് നമുക്ക് എന്ത് കിട്ടിയില്ല? നമ്മൾ ഉദ്ദേശിച്ച വിധി നമുക്ക് കിട്ടിയില്ല. ഹൈക്കോടതി സർട്ടിഫൈയും ചെയ്തില്ല ഈ കേസ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ യോഗ്യതയുള്ള കേസാണ്. സർട്ടിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എവിടെ പോകാം? സുപ്രീം കോടതിയിൽ പോകാം. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ കണ്ട ആർട്ടിക്കിളാണെന്ത്? ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? പാർട്ട് 3 എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 12 നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തുടങ്ങുന്നത് തന്നെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പം അത് ജസ്റ്റ് നമ്മളുടെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ മാത്രമല്ല, ഈവൻ നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഗവൺമെൻറ് കൺട്രോൾഡ് ഓൺഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് സബ്സ്റ്റാൻഷ്യലി ഫണ്ട് ചെയ്യുന്ന എല്ലാ ബോഡീസും എന്താണ്? സ്റ്റേറ്റിൻ്റെ കീഴിൽ വരും. ഓക്കെ, സോ നമ്മളുടെ മാൻഡമസ്, സെർഷ്യോറി, പ്രൊഹിബിഷൻ ഇതൊക്കെ സ്റ്റേറ്റിനെതിരെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഉദാഹരണത്തിന് എന്താണ് മാൻഡമസ് എന്ന് മാത്രം പറയാം. വി കമാൻഡ്. ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്, കുറേ നാളായി. അപ്പോൾ അതിലെ കൂടെ 2 വീലറുകാരൊക്കെ പോയി മറിഞ്ഞ് വീണ് മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ സീരിയസ് ആയി ഇഞ്ചറി പറ്റുന്നു. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ ഹൈക്കോടതിയിൽ ചെന്ന് ആ റോഡ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡാണ്, അത് എത്രയും പെട്ടെന്ന് ടാർ ചെയ്യണമെന്നും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും പറയുമ്പോൾ ഹൈക്കോടതി എന്ത് ചെയ്യും? മാൻഡമസ് റിട്ട് ഇഷ്യൂ ചെയ്യും. ആ കൺസേൺഡ് എഞ്ചിനീയറിന് അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന് അല്ലെങ്കിൽ പഞ്ചായത്തിന്, ആരുടെ റോഡാണെന്ന് വെച്ചാൽ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് എത്രയും പെട്ടെന്ന് അത് നന്നാക്കാനുള്ള റിട്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അത് ആർക്കെതിരെയാണ്? സ്റ്റേറ്റ്. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനോടാവാം, അല്ലെങ്കിൽ എന്താണ് എഞ്ചിനീയറോടാവാം, എഞ്ചിനീയർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, പഞ്ചായത്തിനോടാവാം. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 12 അനുസരിച്ച് സ്റ്റേറ്റിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? സെൻട്രൽ ഗവൺമെൻറ്റും പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോക്സഭ, രാജ്യസഭ, ഗവൺമെൻറ്. ഓക്കെ, ദെൻ യുവർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, സ്റ്റേറ്റ് അസംബ്ലി ഉള്ളിടത്ത് അസംബ്ലി, ഗവൺമെൻറ്, സ്റ്റേറ്റ് അസംബ്ലി. ചില സ്റ്റേറ്റിൽ നമുക്കറിയാം കൗൺസിലുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് അസംബ്ലി കൂടാതെ കൗൺസിലുണ്ട്, അവരും ഇതിൽ പെടും. പിന്നെ എല്ലാ ലോക്കൽ അതോറിറ്റീസും. ഓക്കെ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, പോർട്ട് ട്രസ്റ്റ്, ഓക്കെ, നോട്ടിഫൈഡ് ഏരിയ, ഡിസ്ട്രിക്ട് ബോർഡ്. മുമ്പ് കണ്ടോൺമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്പോയിൻറ്റോ ചെയ്യുന്ന എല്ലാ ബോഡീസും. ഓക്കെ, പിന്നെ കുറച്ചും കൂടെ വൈഡറായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഓക്കെ നിലകൊള്ളുന്ന ഏത് ബോഡി, ഫോർ എക്സാമ്പിൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഓക്കെ, അല്ലെങ്കിൽ യുവർ SC/ST കമ്മീഷൻ, OBC, ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഇതെല്ലാം ഇതുപോലെ സ്റ്റാറ്റ്യൂട്ടറിയായ കോൺസ്റ്റിറ്റ്യൂഷണലായ എല്ലാ ബോഡികളും അല്ലെങ്കിൽ പബ്ലിക് ഫങ്ഷൻ ചെയ്യുന്ന ആരും എന്തിൻ്റെ കീഴിൽ വരും? സ്റ്റേറ്റിൻ്റെ കീഴിൽ വരും. ഓക്കെ, ഇനി ജുഡീഷ്യറി. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 12 പറയാത്ത പല അതോറിറ്റീസിനെയും സ്റ്റേറ്റ് ആയിട്ട് ആര് പ്രഖ്യാപിച്ചിട്ടുണ്ട്? നമ്മുടെ കോടതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം നമ്മുടെ കോടതികൾക്ക് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയായ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കാനുള്ള
അവകാശമുണ്ട്. അത് പ്രകാരം ആർട്ടിക്കിൾ 12 അവർ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളതാണ് പബ്ലിക് കോർപ്പറേഷൻസ് എന്തിൽ വരും, ആർട്ടിക്കിൾ 12 വരും. ഇപ്പം നമ്മളുടെ KSRTC അത് പബ്ലിക് കോർപ്പറേഷനാണ്, അതെന്തിൽ വരും, സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരും. KSEB ഓക്കെ, ഇലക്ട്രിസിറ്റി ബോർഡ്, ഈ കേസിൽ തന്നെ അതൊരു ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെയാണ്, അത് എന്തായിട്ട് വരും, സ്റ്റേറ്റ് ആയിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് അജയ് ഹസിയ വേഴ്സസ് ഖാലിദ് മുജീബ് കേസിൽ എന്താണ് പറയുന്നത്, ഇൻസ്ട്രുമെൻറ്റാലിറ്റി ഓർ ഏജൻസി ടെസ്റ്റ്, അതൊരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ 51% ഷെയർ ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് വിചാരിക്കുക, ആ കമ്പനിയെ സ്റ്റേറ്റ് ആയിട്ട് കണ്ടെത്തും. ഗവൺമെൻറ് ഫണ്ടിങ്, ഇപ്പോൾ ഒരു NGO ഉണ്ട്, ഓക്കെ, പക്ഷേ NGOയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്സ്റ്റാൻഷ്യൽ ഭാഗം ഫണ്ട് ചെയ്യുന്നത് ആരാണ്, ഗവൺമെൻറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു NGOയുടെ സബ്സ്റ്റാൻഷ്യൽ ഫണ്ടിങ് ഗവൺമെൻറ് ആണെങ്കിൽ അതെന്തായിട്ട് വരും, സ്റ്റേറ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പബ്ലിക് ഫങ്ഷൻ ചെയ്യുന്നു, അതായത് ഇപ്പം ഗവൺമെൻറ്റോ ഗവൺമെൻറ് ഏജൻസികളോ ചെയ്യേണ്ട സിമിലർ ഫങ്ഷൻ ഏതെങ്കിലും ഒരു ബോഡി ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് വരും, അത് സ്റ്റേറ്റ് ആയിട്ട് വരും. ഉദാഹരണത്തിന് റോഡുകൾ നിർമ്മിക്കുക, ഹോസ്പിറ്റൽ നിർമ്മിക്കുക ഒക്കെ ഗവൺമെൻറ് ആണ്, പക്ഷെ കേരളത്തിൽ അത് കിഫ്ബി ചെയ്യുന്നുണ്ട്. ഓക്കെ, കിഫ്ബി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, കിഫ്ബി എന്തായിട്ട് വരും, അത് ഒരു പബ്ലിക് ഫങ്ഷനായിട്ട് വരും, അതുകൊണ്ട് അത് സ്റ്റേറ്റ് ആയിട്ട് വരും. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമം മൂലം സ്ഥാപിതമായിട്ടുള്ള ഏത് ബോഡിയും സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരും. അപ്പം ആർട്ടിക്കിൾ 12 അനുസരിച്ച് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്, വളരെ വൈഡാണ്. എത്രത്തോളം സ്റ്റേറ്റ് വൈഡാവുന്നോ അത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. കാരണം സ്റ്റേറ്റിനെതിരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷന് ജനങ്ങൾക്ക് കോടതികളിൽ പോവുകയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി പ്രദീപ് കുമാർ ബിശ്വാസ് കേസിൽ എന്താണ് പറയുന്നത്, ഡീപ്പ്, ആഴത്തിലും പരപ്പിലും, പെർവേസീവ് കൺട്രോൾ, ഗവൺമെൻറ്റിന് ആഴത്തിലും പരപ്പിലും കൺട്രോൾ ഉള്ളത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിലും ആഴത്തിലും പരപ്പിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോഡികളെല്ലാം സ്റ്റേറ്റ് ആയിട്ട് വരും. ഉദാഹരണത്തിന് LIC, ONGC, BSNL, ഇലക്ട്രിസിറ്റി ബോർഡ്. യൂണിവേഴ്സിറ്റീസ് നമുക്കറിയാം ഓട്ടോണോമസ് ആണ്, ഓരോ യൂണിവേഴ്സിറ്റിയും ഓട്ടോണോമസ് ഫ്രം ദ ഗവൺമെൻറ് ആണ്. പക്ഷേ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കിയത് എന്താണ്, സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരമാണ്. യൂണിവേഴ്സിറ്റീസിൻ്റെ ഫണ്ടിങ് കൺട്രോൾ ചെയ്യുന്നത്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കൺട്രോൾ ആരുടെ കയ്യിലാണ്, സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്താകും, സ്റ്റേറ്റ് ആകും. പക്ഷേ എന്താകില്ല, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് ആവില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ചിലപ്പോൾ ഒരു ആക്ട് പ്രകാരമായിരിക്കും അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവുക, UGCയുടെ ഒരു ആക്ട്, പക്ഷേ അവർ സ്റ്റേറ്റിൽ വരില്ല. ഓക്കെ, പ്രൈവറ്റ് സ്കൂൾ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് കമ്പനി ഇവയൊന്നും വരില്ല. പക്ഷേ അവിടെ ഒരു ക്യാച്ച് ഉണ്ട്, എന്താണ്, ഇഫ് ദേ ആർ പെർഫോമിങ് എ പബ്ലിക് ഡ്യൂട്ടി, ഒരു പബ്ലിക് ഡ്യൂട്ടി. ഉദാഹരണത്തിന് ഒരു പ്രധാനപ്പെട്ട റോഡ് അതൊരു കമ്പനിക്ക് സർക്കാർ ലീസിന് കൊടുത്തു, മേ ബി ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ലീസിന് കൊടുത്തു. അവർ ടോള് പിരിക്കുന്നു, അവർ ആ റോഡിൽ നിന്ന് വരുമാനം എടുക്കുന്നു. എന്നാൽ അത് തൽക്കാലത്തേക്ക് ആ പ്രൈവറ്റ് കമ്പനിക്കാണ് ആ റോഡ് കൊടുത്തതെങ്കിലും അവരൊരു പബ്ലിക് ഫങ്ഷനാണ് ചെയ്യുന്നത്. അവരിപ്പോൾ റോഡ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ടോളിൽ ഒരുപാട് ഡിലേ വരുന്നു, അപ്പോൾ കോടതിക്ക് ഇടപെടാം. ഇപ്പോൾ പാലിയേക്കര ടോള് തന്നെ കേരളത്തിൽ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കെല്ലാവരും വാർത്തയിൽ സ്ഥിരം കേട്ടിട്ടുള്ളൊരു കേസാണ്. ഹൈക്കോടതി അതിൽ ഇടപെട്ടു. ഓക്കെ, ഇവിടെ എന്താണ്, റിട്ട് ഈസ് പോസിബിൾ അണ്ടർ ആർട്ടിക്കിൾ 226. ഓക്കെ, ഹൈക്കോടതി, കേരളത്തിൽ ഓർക്ക് ഹൈക്കോടതിയാണ് ഇവിടെ ഇടപെട്ടിട്ടുള്ളത്. ഇനി നമ്മളുടെ പ്രധാനപ്പെട്ട 5 റിട്ടിലെ ഫസ്റ്റ് വൺ, ഹേബിയസ് കോർപ്പസ്. കോർപ്സ് എന്നൊക്കെ കേട്ട ഡെഡ് ബോഡി. ഇവിടെ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ദ ബോഡി, ഒരു ബോഡി ഹാജരാക്കുക, ഡെഡ് ഓർ അലൈവ്. അതിൻ്റെ പർപ്പസ് എന്താണ്, ടു റിലീസ് എ പേഴ്സൺ ഹൂ ഈസ് ഇല്ലീഗലി, ഓക്കെ, നിയമപരമല്ലാതെ, ഓക്കെ, ഇല്ലീഗലി ഡീറ്റെയിൻ ചെയ്ത ഒരു വ്യക്തി എന്ത് ചെയ്യാനാണ്, ഹാജരാക്കാൻ പറയുന്നതാണ് എന്ത്, ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ്, ഒരാളെ ഡെഡ് ഓർ അലൈവ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി എന്ത് ചെയ്യുക, കോടതിയിൽ എത്തിക്കുക. ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ, കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് ഇവ രണ്ടും ആണ്. അത് എത്തിക്കാനാണ് എന്ത്, ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട്. ഓക്കെ, നമ്മൾക്കറിയാം നമ്മളുടെ നാട്ടിൽ പോലീസ് പലപ്പോഴും നിയമത്തിന്, അവരൊക്കെ നിയമപാലകരാണെങ്കിലും നിയമം ലംഘിച്ചുകൊണ്ട് പലരെയും അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തികളാണെങ്കിലും ആരെങ്കിലുമൊക്കെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവരെ പോലീസ് സ്റ്റേഷനിൽ കാണുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇതേ പോലീസുകാരുടെ അടുത്ത് കാണുന്നില്ല എന്ന് പരാതി കൊടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ, ഇല്ല. അപ്പം നമുക്ക് നേരിട്ട് ഹൈക്കോടതിയിൽ പോയി ഒരു ഹേബിയസ് കോർപ്പസ് സമർപ്പിക്കുക. അപ്പോൾ കോടതി പറയും എന്താണ്, ആദ്യമായി അതിൻ്റെ ഒരു പ്രിലിമിനറി ട്രയൽ പോലെ, അല്ലെങ്കിൽ ഹിയറിംഗ് നടത്തിയിട്ട് നോട്ടീസ് അയക്കും പോലീസിനോട്, അല്ലെങ്കിൽ ആരാണോ കൊണ്ടുപോയെന്ന് നമ്മൾ പറയുന്നത് അവർക്ക് നോട്ടീസ് അയച്ച് അവരോട് എത്രയും പെട്ടെന്ന് ഹാജരാക്കാൻ പറയും.
പോലീസ്, ജയിൽ അതോറിറ്റീസ്. ഇപ്പോൾ ഒരാളുടെ ഒരു പാവപ്പെട്ടവനാണ്, അയാളുടെ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ടും അയാളെ കോടതി ജയിൽ അധികൃതർ പുറത്തുവിടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് പോവാം. അല്ലെങ്കിൽ ഗവൺമെൻറ്, ഇപ്പോൾ സർക്കാരിന് സർക്കാരാണ് ഈ ലോ എൻഫോഴ്സ്മെൻറ്റ്, പോലീസ് ആയാലും ജയിൽ അതോറിറ്റി ആയാലും മറ്റ് ലോ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ നമ്മൾക്കറിയില്ല ഏത് ഏജൻസിക്കാരെ കൊണ്ടുപോയത്. നമ്മൾക്കപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ എന്ത് ചെയ്യാം? ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം. റിട്സ് അധികവും സ്റ്റേറ്റിനെതിരാണെങ്കിലും ചില റിട്സ് നമുക്ക് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും കൊടുക്കാം. അത്തരം ഒരു റിട്ടാണെന്ത്? ഹേബിയസ് കോർപ്പസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കറിയുന്ന ഒരാളെ, നാട്ടിലൊരു പ്രമാണി, ഒരു അപ്പർ കാസ്റ്റുകാരൻ, അല്ലെങ്കിൽ ഒരു ധനികൻ, ഒരു മുതലാളി, ആരെങ്കിലും ആയിക്കോട്ടെ, അയാൾക്കെതിരെ ഒരു സമരം ചെയ്തതിന് അയാളുടെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോയി. പോലീസിൽ നമ്മൾ പരാതി കൊടുത്താൽ പോലീസ് കേൾക്കുന്നില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യും? ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും. പക്ഷേ എല്ലാ കേസിലും ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. നിയമപരമായ ഡിറ്റൻഷൻ, ഇപ്പോൾ ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് അയാളെ റിമാൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പോലീസിനെതിരെ നമുക്ക് ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഉയർന്ന കോടതികളിൽ ബെയിൽ അപ്ലിക്കേഷൻ കൊടുക്കാം. അവിടെ ഹേബിയസ് കോർപ്പസ് അല്ല കൊടുക്കേണ്ടത്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കേസുണ്ട്. ആ കേസിൽ കോടതിയിൽ ചെന്ന് മോശമായി പെരുമാറിയതിന് കോടതി അയാളെ ശിക്ഷിച്ചു, താഴത്തെ കോടതി. ഉടനെ നമുക്ക് ഹൈക്കോടതി ചെന്ന് താഴത്തെ കോടതിക്കെതിരെ ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ലീഗൽ കസ്റ്റഡിയിലിരിക്കെ, അല്ലെങ്കിൽ കോർട്ട് ഓർഡേഡ് കസ്റ്റഡിയിലിരിക്കെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റില്ല. സോ ബേസിക്കലി ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ? ടു പ്രൊഡ്യൂസ് ദ ബോഡി. ഹേബിയസ് കോർപ്പസ് മീൻസ് ടു പ്രൊഡ്യൂസ് ദ ബോഡി. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ചില കേസസ് നമുക്ക് പഠിക്കാം. ഇന്ത്യയിൽ ഹേബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസാണ് ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല. നമ്മൾക്കറിയാം ഇന്ത്യയിൽ എമർജൻസി വന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നു. ഒരുപാട് പേരെ പല കേസിലും പല പുതിയ ആക്ട്, മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി, മിസ, ഇതുപോലെയുള്ള വളരെ ബ്ലാക്ക് ലോസ്, നിയമങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് പേരെ എന്ത് ചെയ്തു? ജയിലിലിട്ടു. അവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. അപ്പോൾ ആളുകൾക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ആ സമയത്ത് 1976 കാലഘട്ടത്ത് എമർജൻസി, ആ 1978 എമർജൻസി, 77 എമർജൻസി എന്തിൻ്റെ പേരിലായിരുന്നു? ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്. ഓക്കെ, നമുക്ക് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള 3 കണ്ടീഷൻസ് പണ്ടുണ്ടായിരുന്നു. ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്, ഓക്കെ, ദെൻ വാർ, അടുത്തത് എക്സ്റ്റേണൽ അഗ്രഷൻ. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ത് പറഞ്ഞിട്ടാണ് എമർജൻസി ഡിക്ലെയർ ചെയ്തത്? ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തത്? എമർജൻസി ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അന്ന് ഈ എമർജൻസി നിലനിൽക്കുന്ന സമയത്ത് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്, ഈ 3 കാര്യത്തിനും സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് എവിടെ പോകാൻ പറ്റിയില്ല? സുപ്രീം കോടതിയിൽ പോകാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾക്കറിയാം, ഹൈക്കോടതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ മാത്രമല്ല, മറ്റ് ലീഗൽ റൈറ്റ്സിൻ്റെ വയലേഷൻ്റെ പേരിലും ആൾക്കാർക്ക് ഹൈക്കോടതിയിൽ പോകാം. അപ്പോൾ ഒരുപാട് ആളുകൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പലപ്പോഴും എന്ത് ചെയ്തു? ഇവരെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഹൈക്കോടതികൾ കേൾക്കുന്ന പല സ്റ്റേറ്റിലെ പല ഹൈക്കോടതി കേൾക്കുന്ന കേസുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് ക്ലബ് ചെയ്തിട്ട് എന്ത് പറഞ്ഞു? സുപ്രീം കോടതിയുടെ വളരെ നിരാശാജനകമായൊരു വിധിയായിരുന്നു, എമർജൻസിയിൽ ഹേബിയസ് കോർപ്പസ് ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞു ഹേബിയസ് കോർപ്പസ് എവിടെ നിന്നാണ് വരുന്നത്? ആർട്ടിക്കിൾ 32. സുപ്രീം കോടതി 4:1 എന്ന ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു എമർജൻസി പീരീഡിൽ ആർട്ടിക്കിൾ 32ഉം സസ്പെൻഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഹേബിയസ് കോർപ്പസ് നിലവിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ 4 ജഡ്ജിമാർ ഗവൺമെൻറ്റിന് അനുകൂലമായി വിധിച്ച്, അതായത് ഹേബിയസ് കോർപ്പസ് ഈ എമർജൻസി പീരീഡിൽ ബാധകമല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ജഡ്ജി മാത്രം എന്ത് പറഞ്ഞു? ഇല്ല. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, HR ഖന്ന എന്ന ജഡ്ജി പറഞ്ഞു ഇല്ല, എമർജൻസി പ്രഖ്യാപിച്ചു എന്നുകൊണ്ട് എല്ലാ റൈറ്റ്സും സസ്പെൻഡ് ചെയ്യപ്പെടില്ല. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം അത് ഗവൺമെൻറ് കൊടുക്കുന്നതല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗവൺമെൻറ്റിന് അത് എടുത്തു കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊരു മൈനോറിറ്റി ജഡ്ജ്മെൻ്റ് ആയിരുന്നു. മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ് മജോറിറ്റി ആയതുകൊണ്ട് അതാണ് നടപ്പിലായത്. പക്ഷേ ഇങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉയർത്തിപ്പിടിച്ചതിന്
ഗവൺമെൻറ്റിനെതിരെ വിധി പറഞ്ഞതിന് ജസ്റ്റിസ് HR ഖന്നയ്ക്ക് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്തായിരുന്നു? അദ്ദേഹമായിരുന്നു അടുത്ത ചീഫ് ജസ്റ്റിസ് ആകേണ്ടിയിരുന്നത്. നമുക്കറിയാം സീനിയോറിറ്റി പ്രകാരമാണ് ചീഫ് ജസ്റ്റിസ് ആകേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് ഇന്ദിരാഗാന്ധി ജസ്റ്റിസ് MH ബേഗിനെ ആരാക്കി? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആക്കി. വെരി നെക്സ്റ്റ് ഡേ ജസ്റ്റിസ് ഖന്ന HR ഖന്ന റിസൈൻ ചെയ്തു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റി മറന്നുകൊണ്ട് സ്ഥാനത്തിനായി വീണ്ടും അവിടെ ഇരിക്കാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ സൂപ്പർസീഡ് ചെയ്ത് മറികടന്ന് അദ്ദേഹത്തിൻ്റെ ജൂനിയറെ ജഡ്ജാക്കിയപ്പോൾ, ചീഫ് ജസ്റ്റിസ് ആക്കിയപ്പോൾ അദ്ദേഹം റിസൈൻ ചെയ്തു. ഓക്കെ, ഇനി ഈ ജഡ്ജ്മെൻറ്റ് ADM ജബൽപൂരിൽ സുപ്രീം കോടതി ചെയ്ത വലിയ മിസ്റ്റേക്ക് അടുത്തിടെയായി പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി തിരുത്തി. ഓക്കെ, സുപ്രീം കോടതി ഇത് തിരുത്തിയതെപ്പോഴാണ്? പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റിലാണ് കോടതി പറഞ്ഞത് എന്ത്? ഏത് എമർജൻസി ആയാലും റൈറ്റ് ടു ലൈഫ്, അതുപോലെ ഹേബിയസ് കോർപ്പസ് പോലെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ത് ചെയ്യാൻ പറ്റില്ല? സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, ADM ജബൽപൂരിനെ ഏത് ജഡ്ജ്മെൻറ്റ് ഉപയോഗിച്ചാണ് ഓവർ റൂൾ ചെയ്തത്? പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റിനെ മറ്റൊരു പ്രത്യേകത എന്താണ്? റൈറ്റ് ടു പ്രിവസി ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ജഡ്ജ്മെൻ്റാണ് എന്ത്? പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റ്. ഇതിൽ വേറൊരു ഫൺ ഫാക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുമെന്നറിയില്ല, HR ഖന്നയ്ക്ക് ചീഫ് ജസ്റ്റിസ് ആവാൻ പറ്റിയില്ല. പക്ഷേ റീസെൻ്റ്ലി റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഈ HR ഖന്നയുടെ നെഫ്യൂ ആണ്. അതുപോലെ മറ്റൊരു വിശേഷം, ADM ജബൽപൂർ കേസിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ഉയർത്തിപ്പിടിച്ച ഒരു ജഡ്ജാണ് എന്ത്? 4 ജഡ്ജിമാരിൽ ഒരു ജഡ്ജാണ് YV ചന്ദ്രചൂഡിൻ്റെ ഈ തെറ്റായ തീരുമാനം അത് ഓവർടേൺ ചെയ്തപ്പോൾ അതിൽ അന്ന് ജഡ്ജായിരുന്ന ഒരു ജഡ്ജാണ് എന്ത്? YV ചന്ദ്രചൂഡിൻ്റെ മകൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ADM ജബൽപൂരിൻ്റെ കേസ് പുട്ടുസ്വാമി കേസിലൂടെ സുപ്രീം കോടതി അതിലെ തെറ്റായ വ്യാഖ്യാനം തിരുത്തി. പക്ഷെ അതിനു മുമ്പേ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്തു വന്ന ഗവൺമെൻറ് ചില തിരുത്തുകൾ കൊണ്ടുവന്നിരുന്നു. നോക്കാം. നമുക്കറിയാം എമർജൻസിയുടെ സമയത്ത് ഒരു 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നു. അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം, അതായത് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു, എമർജൻസിക്ക് ശേഷമുള്ള ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു, ജനതാ ഗവൺമെൻറ് വന്നു. അവരൊരു പുതിയ അമെൻമെൻറ്റ് കൊണ്ടുവന്നു, 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അത് പ്രകാരം നമ്മൾക്കറിയാം നാഷണൽ എമർജൻസിക്ക് 3 ബേസിസ് ആണുള്ളത്: വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് മാറ്റി അതിനെന്താക്കി? ആംഡ് റിബല്യൻ. സായുധ കലാപം ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റീസൺ കാരണം ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 നമുക്കറിയാം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിന് മുമ്പ് എന്താണ്? ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആവും. പക്ഷേ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിന് ശേഷം എന്ത് പറഞ്ഞു? ആർട്ടിക്കിൾ 19 എപ്പോൾ മാത്രമേ സസ്പെൻഡ് ആവൂ? നാഷണൽ എമർജൻസി വാറോ എക്സ്റ്റേണൽ അഗ്രഷൻ മൂലമോ ആണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ മാത്രമേ എന്ത് സസ്പെൻഡ് ആവും? ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ആവും. ഓക്കെ, അതായത് ആംഡ് റെബലിയൻ എന്നാക്കി. ഈവൻ ആംഡ് റെബലിയൻ ആണെങ്കിൽ പോലും റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മൾക്കറിയാം ഇത് ആർട്ടിക്കിൾ 358 പ്രകാരമാണ് എന്ത്? ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ആർട്ടിക്കിൾ 358 പ്രകാരം വാറോ എക്സ്റ്റേണൽ അഗ്രഷനോ ആണെങ്കിൽ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യും. മറ്റൊന്നാണെന്ത്? പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക് സസ്പെൻഷനാണ്. പക്ഷേ മറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ഈ ആർട്ടിക്കിൾ 359 ഉപയോഗിച്ച് നാഷണൽ എമർജൻസി നിലനിൽക്കെ സസ്പെൻഡ് ചെയ്യാം. നമ്മളുടെ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിന് മുമ്പ് പ്രസിഡന്റിന് ഏത് റൈറ്റും, അതായത് ആർട്ടിക്കിൾ 12 to 35 ഏത് റൈറ്റും എന്ത് ചെയ്യാമായിരുന്നു? സസ്പെൻഡ് ചെയ്യായിരുന്നു. പക്ഷേ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിന് ശേഷം പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ് കൺട്രോൾ ചെയ്ത്, അതായത് എന്ത് റീസൺ ആയിക്കോട്ടെ ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ എന്ത് നിലനിൽക്കും? ഏതൊക്കെ സസ്പെൻഡ് ചെയ്താലും ആർട്ടിക്കിൾ 20ഉം 21ഉം സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആർട്ടിക്കിൾ 20, 21 സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഹേബിയസ് കോർപ്പസ് ക്യാൻ ബി സസ്പെൻഡഡ് എന്നായിരുന്നു 44th മുമ്പ്. 44th ശേഷം ഇറ്റ് കാനോട്ട് ബി സസ്പെൻഡഡ്. അതേപോലെ മറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ആഡ് ചെയ്ത 1-2 കാര്യങ്ങളും കൂടെ പറയാം. നമ്മൾക്കറിയാം ഇന്ദിരാഗാന്ധി എമർജൻസി പ്രഖ്യാപിച്ചിട്ട് പിറ്റേ ദിവസമാണ്
അവരുടെ ക്യാബിനറ്റിലെ മന്ത്രിമാർ പോലും ആ കാര്യം അറിഞ്ഞത്. സോ പിന്നീട് എന്ത് ചെയ്തു, ക്യാബിനറ്റിൻ്റെ ഒരു റൈറ്റിംഗ് വേണം. പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്റർ മാത്രം ചെന്നിട്ട് പറഞ്ഞാൽ പോരാ എമർജൻസി പ്രഖ്യാപിക്കണമെന്ന്. ക്യാബിനറ്റിലെ എല്ലാ മന്ത്രിമാരുടെയും സൈനോടുകൂടെ ഒരു ഡോക്യുമെൻ്റ് കൊടുത്താൽ മാത്രമേ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി മുതൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ പറഞ്ഞു. അതേപോലെ പാർലമെൻറ്റിൽ എന്ത് മതിയായിരുന്നു, സിമ്പിൾ മജോറിറ്റി മതിയായിരുന്നു എമർജൻസി പാസ്സാകാൻ. പക്ഷേ സ്പെഷ്യൽ മജോറിറ്റിയും റിവ്യൂ പവറും, ഓക്കെ, പീരിയോഡിക്കായിട്ട് ഈ എമർജൻസീനെ റിവ്യൂ ചെയ്യേണ്ട കാര്യവും വേണമെന്ന് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിന് ശേഷം പറഞ്ഞു. സോ ഇതെല്ലാം എമർജൻസിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഹേബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് പറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത റിട്ടിലോട്ട് പോവാം. അതാണ് മാൻഡമസ്. മാൻഡമസ് വി കമാൻഡ്. അതായത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ എന്താണ്, ഒരു കമാൻഡ് കൊടുക്കുകയാണ്. ആർക്ക്? ഒരു പബ്ലിക് അതോറിറ്റിക്ക്. എന്ത് ചെയ്യാൻ? ടു പെർഫോം എ പബ്ലിക് ഓർ ലീഗൽ ഡ്യൂട്ടി. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ സിവിൽ സർവൻ്റായി, IAS കാരനായി, കഷ്ടപ്പെട്ട് പഠിച്ച IAS കാരനായി. IAS കിട്ടിയതിന് ശേഷം നിങ്ങൾ വിചാരിക്കുകയാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ടില്ലേ, ഇനി കടന്നുറങ്ങാം. നിങ്ങൾ നിങ്ങളുടെ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഓഫീസിൽ തോന്നിയ സമയത്ത് വരുന്നു, ഫയൽ നോക്കുന്നില്ല, ഒപ്പിടുന്നില്ല. ആളുകൾ, നിങ്ങൾ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ആളുകളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. ചിലപ്പോൾ ലീഗൽ റൈറ്റ്സ് ആയിരിക്കാം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരിക്കാം. ആളുകൾ എന്ത് ചെയ്യും? ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോവും, പറയും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല. അപ്പോൾ കോടതി പറയും എന്താണ്, പരിശോധിക്കും. പരിശോധിച്ചിട്ട് ശരിയെന്ന് കണ്ടാൽ കോടതി പറയും വി കമാൻഡ്. പബ്ലിക് അതോറിറ്റി ആരായാലും, ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ, ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, ഗവൺമെൻറ് ഡോക്ടർ, ഗവൺമെൻറ് എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ, അവരോട് എന്ത് പറയും? നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക. ഓക്കെ, ഇതാർക്കൊക്കെ എതിരെ? ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഓക്കെ, ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അവരൊന്നും ചെയ്യുന്നില്ല. നാട്ടിൽ പൊല്യൂഷൻ കൂടുമ്പോൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോവാം. പബ്ലിക് ഒഫീഷ്യൽസ്, ഓക്കെ, യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ്. ഉദാഹരണത്തിന് ഒരു എക്സാം നടത്തി, ഓക്കെ, എക്സാം നടത്തിയിട്ട് 1 കൊല്ലം കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നില്ല. ആളുകൾ എന്ത് ചെയ്യും? ആളുകൾക്ക് എവിടെ പോവാം? ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോവാം. അവരെന്ത് ചെയ്യും? പരിശോധിച്ചിട്ട് മാൻഡമസ് റിട്ട് ഇഷ്യൂ ചെയ്യും. അതായത് കോടതി പറയും എത്രയും പെട്ടെന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. ട്രൈബ്യൂണൽസ്, നമുക്ക് പല പല ട്രൈബ്യൂണൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ആം ഫോഴ്സസ് ട്രൈബ്യൂണൽ. അവിടെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിലോ, അവർ കേസ് കേൾക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എവിടെ പോകാം? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാം. ഇവിടെ ഓർക്കുക, ഹൈക്കോടതിക്ക് ആരുടെ മേൽ സൂപ്പർവൈസറി പവർ ഉണ്ട്? ട്രൈബ്യൂണൽസിൻ്റെ മേൽ ഹൈക്കോടതിക്ക് സൂപ്പർവൈസറി പവർ ഉണ്ട്, ആർട്ടിക്കിൾ 227 പ്രകാരം. പക്ഷേ ആർക്കൊക്കെ എതിരെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല? പ്രസിഡന്റിനും പ്രസിഡന്റിനോടും ഗവർണറോടും നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ റീസെൻ്റ്ലി ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഗവർണർമാർ ഒപ്പിട്ടില്ലെങ്കിൽ, ബില്ലുകൾക്ക് ഒപ്പ് കൊടുത്തില്ലെങ്കിൽ, കൺസെൻറ്റ് കൊടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ സമയത്തിന് അത് തിരിച്ചയച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രസിഡന്റിന് വേണ്ടി അയച്ച് വെറുതെ ഒരു ബില്ലിൻ്റെ മുകളിൽ ഒപ്പിടുവാണെങ്കിൽ അത് ഡീംഡ് കൺസെൻ്റ് ആണ് എന്നുള്ള ഒരു വിധി വന്നിരുന്നു. അത് എന്ത് ചെയ്തു? ആ ഡീംഡ് കൺസെൻറ്റിനെ ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ പ്രസിഡന്റിനും ഗവർണറിനും ഒരു സമയം നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതൊരു കറണ്ട് അഫയേഴ്സ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രസിഡന്റിനും ഗവർണർക്കും എതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല? മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് വ്യക്തികൾക്ക് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കട, എനിക്കൊരു പ്രൈവറ്റ് ഷോപ്പുണ്ട്. ആ നാട്ടിൽ ഒറ്റ പ്രൈവറ്റ് ഷോപ്പ് അതാ, അവിടെയാണ് അരിയും പച്ചക്കറിയും കിട്ടുന്നത്. ഞാൻ 1 മാസം കട അടച്ചിടാൻ തീരുമാനിച്ചു. എനിക്ക് ഹൈക്കോടതിയിൽ, അപ്പം വേറൊരാൾക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ട് അയാളോട് കട തുറക്കണം, നാട്ടിലെ ഏക കട അതാണ്, അല്ലെങ്കിൽ 10 കിലോമീറ്റർ പോയിട്ട് അരി മേടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിനൊന്നും മാൻഡമസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ ജഡ്ജസ് ആക്ടിങ് ജുഡീഷ്യലി. ഇപ്പോൾ ജഡ്ജസിനോടും ഒരു കേസ് അത് കേൾക്കാൻ ന്യായമായ സമയമെടുക്കും ചിലപ്പോൾ ട്രയൽ. നമുക്കറിയാം ജുഡീഷ്യൽ പെൻഡൻസി ഒരു വലിയ ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ കേസ് കുറേ നാളായിട്ട് കേൾക്കുന്നില്ല എന്നും പറഞ്ഞ് നമുക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ മാൻഡമസ് ആയിട്ട് പോകാൻ പറ്റുമോ? ലോവർ കോടതി? ഇല്ല, പറ്റില്ല. പിന്നെ പ്രൈവറ്റ് കോൺട്രാക്ട്, 2 വ്യക്തികൾ തമ്മിലുള്ള, ഒരു വ്യക്തിയും ഗവൺമെൻറ്റും തമ്മിലുള്ള കോൺട്രാക്റ്റിന് വേണമെങ്കിൽ പോവാം. പക്ഷേ 2 പ്രൈവറ്റ് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി എന്ത് പറ്റില്ല? മാൻഡമസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി 2 എക്സാമ്പിൾ നോക്കുക. നമുക്കറിയാം വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നമാണ്. ഓക്കെ, സപ്പോസ് ഒരു വ്യക്തി പോവുകയാണെന്ത്, ഞങ്ങളുടെ നാട്ടിൽ മൊത്തം ചപ്പ് ചവറാണ്, വേസ്റ്റ് എല്ലായിടത്തും കുനിഞ്ഞു കൂടുന്നു, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി പറയുകയാണെന്ത്, എൻ്റെ റൈറ്റ് ടു ലൈഫിനെയാണ് ബാധിക്കുന്നത്. റൈറ്റ് ടു ലൈഫിനകത്ത് റൈറ്റ് ടു ഹെൽത്തും ഉണ്ട്. ഓക്കെ, വേസ്റ്റ് കുന്നുകൂടുമ്പോൾ എന്ത് പറ്റും? എൻ്റെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം? കോടതിയിൽ പോകാം. കോടതികൾക്ക് മുനിസിപ്പാലിറ്റിക്ക് എന്ത് കൊടുക്കാം? ഡയറക്ഷൻ കൊടുക്കാം, മാൻഡമസ് റിട്ട് കൊടുക്കാം. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? വേസ്റ്റ് ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്തില്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് അവരെ അറസ്റ്റ് ചെയ്യാം, മുനിസിപ്പൽ അധികൃതരെ. അതുപോലെ തന്നെ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയുടെ എക്സാം റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യാം. ഈ അടുത്തത് പ്രൊഹിബിഷൻ. നമുക്കറിയാം പ്രൊഹിബിഷൻ, പ്രൊഹിബിറ്റ് സംവൺ.
പ്രിവെൻറ്റ് ഇതിൻ്റെ മീനിങ് എന്താണ്? ടു ഫോർബിഡ്. ഈ റിട്ട് എന്തിനാണ്? ഒരു ലോവർ കോടതിയോ ട്രിബ്യൂണലോ അവർക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ, ഉദാഹരണത്തിന് ഒരു സിവിൽ കോടതി എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ക്രിമിനൽ കേസ് കേൾക്കാൻ പോവുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ട്രിബ്യൂണൽ. ഓക്കെ, അവരെന്ത് ചെയ്യാണ്? ഒരു ഡിവോഴ്സ് കേസ് കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? അതത് കോടതിക്ക് നിശ്ചയിക്കപ്പെട്ട ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അതിൻ്റെ പരിധി കടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി പ്രൊഹിബിഷൻ എന്ന റിട്ട് ഉപയോഗിച്ച് ആ കോടതി, ഏത് കോടതിയാണോ താങ്കൾക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത കേസ് പരിഗണിക്കുന്നത്, ആ കോടതിയെ ആ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. ടു ഫോർബിഡ് ചെയ്യാം. ഓക്കെ, എന്താണ് ഇതിൻ്റെ കീ ഫീച്ചർ നോക്കുക? പ്രിവെൻറ്റീവാണ്. അതായത് ഒരു കേസ് തീരുമാനിക്കുന്നതിന് മുമ്പ്, അതായത് നമുക്കറിയാം ഒരു കേസ് പരിഗണിക്കും, ട്രയൽ നടത്തും, അതിനുശേഷമാണ് ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഒരു കീഴ്ക്കോടതി തങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ മറികടന്ന് ഒരു കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഹിബിഷൻ കൊടുക്കാം. പരിഗണിച്ച് വിധി പറഞ്ഞതിന് ശേഷം പറ്റില്ല. ആർക്കെതിരെയാണ് പ്രൊഹിബിഷൻ കൊടുക്കാൻ പറ്റുക? ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ ബോഡിക്ക്. ഉദാഹരണത്തിന് കോടതി, അല്ലെങ്കിൽ ചില ട്രിബ്യൂണൽ, നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഓക്കെ, ചിലപ്പോൾ RDO കോടതി, നമുക്കറിയാം കളക്ടറും സബ് കളക്ടർക്കൊക്കെ എന്താണ്? ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ അവർ ചില ജുഡീഷ്യൽ റോൾ ചെയ്യുമ്പോൾ അതിനെ ക്വാസി ജുഡീഷ്യൽ ബോഡിയായി കണക്കാക്കും. അവർക്ക് അധികാരമില്ലാത്ത, ഇപ്പോൾ കാസർഗോഡ് കളക്ടർ എന്താണ്? കോഴിക്കോട് മാറ്റർ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൈക്കോടതിയിൽ പോയി പ്രൊഹിബിഷൻ റിട്ട് വാങ്ങിയിട്ട് വരാം. ഓക്കെ, ഇത് 2 എക്സാമ്പിൾ നോക്കുക. റെൻറ്റ് ട്രിബ്യൂണൽ, അവരെന്താണ്? അവരുടെ ഡൊമൈനിനെതിരെ ഔട്ട്സൈഡ് ചില ട്രിബ്യൂണലുണ്ട്. ഓക്കെ, എന്താണ്? റെൻറ്റ് കൊടുക്കുന്നില്ല, ആ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത്തരം കേസുകൾ പരിഗണിക്കേണ്ട ഒരു കോടതി മറ്റെന്തെങ്കിലും ഒരു കേസ് പരിഗണിക്കുമ്പോൾ നമുക്ക് പോകാം. അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവരുടെ പോസ്റ്റിംഗ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് കേൾക്കേണ്ട ഒരു കേസാണെന്ത്? കേൾക്കേണ്ട ഒരു കോടതിയാണെന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ക്രിമിനൽ മാറ്റർ നോക്കുക എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി, അതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഓക്കെ, അതൊരു കറപ്ഷൻ, ഒരു ക്രിമിനൽ ഒഫൻസാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നോക്കേണ്ട കേസല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെർഷ്യോററി മീൻസ് ടു സർട്ടിഫൈ അല്ലെങ്കിൽ ടു ക്വാഷ്. ഇത് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളെപ്പോഴും പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലേ? ഒരു അസുഖം വരുന്നതിലും നല്ലത് വരാതെ നോക്കുന്നല്ലേ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്? പ്രൊഹിബിഷൻ ഒരു കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ത്? പ്രൊഹിബിഷൻ. ബട്ട് സപ്പോസ് ആ കോടതി എന്ത് ചെയ്തു? ആ കേസ് കേൾക്കുകയും ചെയ്തു, വിധി പറയുകയും ചെയ്തു. അപ്പം നമുക്ക് പ്രൊഹിബിഷൻ എന്ന റിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. മറിച്ച് എന്ത് റിട്ട് ഉപയോഗിക്കാം? സെർഷ്യോററി, അതായത് ക്യൂർ. നേരത്തെ നമ്മൾ ആ കോടതി ഒരു തെറ്റായ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്തു, ജുഡീഷ്യൽ ബോഡി ഓർ ക്വാസി ജുഡീഷ്യൽ ബോഡി. ഇനി അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ക്യൂർ വേണ്ടേ? അതെങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുക? സെർഷ്യോററി വഴി. അപ്പോൾ എന്താണ്? ഒരു കോടതി കൊടുത്ത ഒരു ഇല്ലീഗൽ ഓർഡർ, അല്ലെങ്കിൽ ഒരു കോടതി അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണൽ കൊടുത്ത ഒരു ഇല്ലീഗൽ ഓർഡർ, അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർഷ്യോററി ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്തു, നേരത്തെ അതേ കേസ് കാസർഗോഡ് കോടതി അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചിയിലെ കോടതി എന്ത് ചെയ്തു? കൊല്ലത്ത് നടന്ന ഒരു കേസ് ട്രയൽ നടത്തി. അതെന്താണ്? ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്യുന്നതാണ്. അത് ക്രിമിനൽ കേസായാലും എന്ത് കേസായാലും, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ക്രിമിനൽ മാറ്റർ കേട്ടു. ഓക്കെ, അടുത്തത് നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ബേസിക്കലി 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ജഡ്ജിന് നോ വൺ ക്യാൻ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. ഇപ്പോൾ ഒരു ജഡ്ജ് അയാളുമായി ബന്ധപ്പെട്ട കേസിൽ അയാൾ തന്നെ വിധി പറഞ്ഞാൽ അത് നാച്ചുറൽ റൈറ്റ്സിൻ്റെ വയലേഷനാണ്. രണ്ടാമത്തത്, അതായത് നമ്മൾ ഒരാളെ കേൾക്കാതെ അയാളെ ശിക്ഷിക്കരുത്. ഓക്കെ, എന്താണ്? ഹിയർ ദി അതർ സൈഡ്. ഓക്കെ, ഇത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? അതായത് എനിക്ക് കോടതി നോട്ടീസ് ഒന്നും തരാതെ എന്നെ ശിക്ഷിച്ചു, ഒരു ദിവസം പോലീസ് വന്ന് പറയാണ് നിങ്ങളെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാം. എന്ത് വയലേറ്റ് ചെയ്തു? എൻ്റെ നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റ് ചെയ്യപ്പെട്ടു. കാരണം 2 കാര്യങ്ങളുണ്ട്. നോ വൺ ക്യാൻ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. സെക്കൻഡ് വൺ, യു ഓൾവേസ് ഹിയർ ദി അതർ പാർട്ടി ഓർ ദി അതർ സൈഡ്. ഇത് വയലേറ്റ് ചെയ്താലാണ് വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് നടക്കുക. ഇറർ ഓഫ് ലോ, അതായത് ഒരു മേജർ ഇററുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ക്രൈം നടന്ന സമയത്ത് അന്ന് നിലനിൽക്കുന്ന നിയമപ്രകാരം എനിക്ക് 10 വർഷം മാക്സിമം ശിക്ഷ തരാൻ പറ്റും, പക്ഷേ എനിക്ക് 12 വർഷത്തെ ശിക്ഷ തന്നു. അതൊരു ഇറർ ഓഫ് ലോ ആണ്. ഓക്കെ, അല്ലെങ്കിൽ
ഒരാൾ കോപ്പിറൈറ്റ് വയലേഷൻ നടത്തി, പക്ഷേ അയാൾക്കെതിരെ എടുത്ത കേസ് ട്രേഡ് മാർക്ക് വയലേഷൻ്റെ കേസാണ്. പലർക്കും ട്രേഡ് മാർക്കിൻ്റെയും കോപ്പിറൈറ്റിൻ്റെയും വ്യത്യാസം അറിയില്ല, പക്ഷേ പോലീസുകാർക്ക് അറിയാം. പക്ഷേ അവരറിഞ്ഞോ അറിയാതെ ഒരു തെറ്റ് ചെയ്തു, കോടതിയും അത് ശ്രദ്ധിക്കാതെ തന്നെ ശിക്ഷിച്ചു. അതൊരു ഇറർ ഓഫ് ലോ ആണ്. നെക്സ്റ്റ്, ബയാസ് ഓർ മാലഫൈഡ് ഓർ മെലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. തെറ്റായ കേസ് എടുത്തു, കോടതിയിൽ ഞാനത് സ്ഥാപിക്കാൻ ശ്രമിച്ചു, തെറ്റായ കേസാണെന്ന്, കോടതിയും ചെവിക്കൊണ്ടില്ല, കോടതി എന്നെ ശിക്ഷിച്ചു, മതിയായ എവിഡൻസ് ഇല്ലാതെ ശിക്ഷിച്ചു. ഓക്കെ, ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ ശിക്ഷിച്ചു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഹയർ കോർട്ട്സിൽ പോവാം. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി സെർഷ്യോററി എന്ന റിട്ട് ഇഷ്യൂ ചെയ്യിപ്പിച്ച് എനിക്കെതിരെ നടന്ന എല്ലാ പ്രൊസീഡിങ്സും, ശിക്ഷയും റദ്ദ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതാർക്കൊക്കെ എതിരെയാണ്? സ്വാഭാവികമായും ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ ബോഡീസിനെതിരെയാണ്. മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി പെർഫോമിംഗ് ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ, ജുഡീഷ്യറി, ഫോർ എക്സാമ്പിൾ ഡിസ്ട്രിക്ട് കോർട്ട്, സബ് കോർട്ട്. ക്വാസി ജുഡീഷ്യൽ ബോഡി, യുവർ ആം ഫോഴ്സസ് ട്രിബ്യൂണൽ or your CAT, Central Administrative Tribunal. Okay, these kind of bodies. Administrative bodies performing judicial function. For example, your subdivisional magistrate or sub collector or RDO. RDO എന്തായിരിക്കും? RDO കോടതിയിലും പോയിരിക്കും. ഓക്കെ, അവരെന്താണ്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, പക്ഷേ RDO കോടതിയിലിരിക്കുമ്പോൾ അവരൊരു ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഇവർക്കൊക്കെ എതിരെ എന്ത് ചെയ്യാം? സെർഷ്യോററി എന്ന റിട്ട് യൂസ് ചെയ്യാം. അടുത്തായി വാറണ്ടോ. വാട്ട്? വാറണ്ടോ ബൈ വാട്ട് അതോറിറ്റി? എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഈ ഓഫീസിൽ ഇരിക്കുന്നത്? നമ്മൾക്കറിയാം, പബ്ലിക് ഓഫീസേഴ്സ് ആർ ഫണ്ടഡ് ബൈ പബ്ലിക് മണി. സോ ഇറ്റ് ഈസ് നെസസറി ദാറ്റ് സച്ച് ഓഫീസേഴ്സ് ആർ ഒക്കുപ്പൈഡ് ബൈ ക്വാളിഫൈഡ് പീപ്പിൾ. അതായത് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, സ്റ്റേറ്റ് ശമ്പളം കൊടുക്കുന്ന പൊസിഷനിൽ ഇരിക്കുന്നവരെന്തായിരിക്കണം? ക്വാളിഫൈഡ് ആയിരിക്കണം. ഓക്കെ, മന്ത്രിയുടെ മാമനെയോ മച്ചമ്പയോ പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പൊസിഷനിൽ ഇരുത്താൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഇരുന്നാൽ, ഉദാഹരണത്തിന് ഇപ്പം നോക്കുക, ഇപ്പോൾ KAS IAS ഒന്നും പാസ്സാവാത്തൊരു വ്യക്തി KAS IAS കാരൻ ഇരിക്കേണ്ട ഒരു സീറ്റിലിരിക്കുന്നു, അതിനയാൾക്ക് അവകാശമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? മറ്റ് ഉദ്യോഗാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഈവൻ എനി സിറ്റിസൺ എന്ത് ചെയ്യാം? ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ട് പറയാം, അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ഇരിക്കുന്നത് എന്തല്ല? യോഗ്യതയില്ലാതെ ഇല്ലീഗലായി ഒരു പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്നു. എന്താണ്? പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്നു, അതായത് ടാക്സ് മണി മേടിച്ചുകൊണ്ട് യോഗ്യതയില്ലാത്ത ഒരാൾ ആ സീറ്റിലിരിക്കുന്നു. അപ്പോൾ കോടതി എന്ത് ചെയ്യും? ആ സീറ്റിലിരിക്കേണ്ട വ്യക്തിയുടെ യോഗ്യത പരിശോധിക്കും. ഇപ്പോൾ KAS IAS പരീക്ഷ പാസ്സായ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടി കൺഫർ ചെയ്ത് കിട്ടിയ ഒരു വ്യക്തിയാണ് അവിടെ ഇരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്ക് ആ യോഗ്യത ഇല്ലെങ്കിൽ കോടതി എന്ത് ചെയ്യും? അയാളെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ഉത്തരവിടും. ഓക്കെ, പബ്ലിക് ഓഫീസ് ഇതാണ് ഓർക്കേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ നോക്കുക, നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സ്കൂളുണ്ട്, എയ്ഡഡ് സ്കൂളുണ്ട്. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പ്രിൻസിപ്പൾ ആവണമെങ്കിൽ ഒരു യോഗ്യതയുണ്ട്. ആ യോഗ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ് അവിടെ പ്രിൻസിപ്പൾ ആവുന്നതെങ്കിൽ നമ്മൾക്ക് വാറണ്ടോ റിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഒരു പ്രൈവറ്റ് സ്കൂളിൽ, അത് എയ്ഡഡ് അല്ല, അതിനെന്തില്ല? അഫിലിയേഷൻ ഇല്ല, അങ്ങനെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ എന്താണ്? ഒരു യോഗ്യത ഇല്ലാത്ത ഒരാൾ വന്നാൽ നമുക്ക് വാറണ്ടോ എന്ന് പറഞ്ഞ് ഇതിൽ പോകാൻ പറ്റില്ല. നമ്മൾക്ക് മേ ബി അത് CBSEയോട് അഫിലിയേറ്റഡ് ആണെങ്കിൽ CBSEക്ക് പരാതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ പബ്ലിക് ഓഫീസ് ഇല്ലീഗലായി, ഇൻഎലിജിബിളായി ആരെങ്കിലും ഒക്കുപ്പൈ ചെയ്താൽ അവർക്കെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന റിട്ടാണെന്ത്? വാറണ്ടോ റിട്ട് കോടതി ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അയാളെ ഇല്ലീഗലായിട്ട് ഒക്കുപ്പൈ ചെയ്യുന്ന പബ്ലിക് ഓഫീസിൽ നിന്ന് പുറത്താക്കും. ഓക്കെ, പ്രൈവറ്റ് ഓഫീസസിനെതിരെ ഇത് പറ്റില്ല. പിന്നെ മിനിസ്റ്റേഴ്സിനെതിരെ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു മന്ത്രി, ഹെൽത്ത് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഹെൽത്ത് മിനിസ്റ്റർ ഒരു ഡോക്ടർ ആയിരിക്കണം, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒരു ടീച്ചർ ആയിരിക്കണം. പക്ഷേ നമ്മളുടെ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ നമ്മളുടെ മന്ത്രി ആ യോഗ്യത ഉള്ളവരല്ല. അപ്പം നമുക്ക് കോടതിയിൽ പോയി അവരെ പുറത്താക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, പൊളിറ്റിക്കൽ ഓഫീസസിന് ഇത് പറ്റില്ല. ഓക്കെ, പബ്ലിക് ഓഫീസിന് പറ്റും, പക്ഷേ ഇലക്റ്റഡ് ആയി വരുന്ന ഓഫീസസിന് ഇത് പറ്റില്ല. ഓക്കെ, എക്സാമ്പിൾ കേരളത്തിൽ തന്നെ എന്താണ്? വൈസ് ചാൻസലർമാരിൽ ഒരുപാട് പേർക്ക് എന്ത് ചെയ്തു? ജോലി നഷ്ടപ്പെട്ടു. എങ്ങനെയാണ്? ഹൈക്കോടതി കണ്ടെത്തി, അല്ലെങ്കിൽ പിന്നീട് അപ്പീൽ പോയപ്പോൾ സുപ്രീം കോടതിയും കണ്ടെത്തി എന്താണ്? അവർക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയില്ല. അപ്പോൾ അത്തരം കേസുകളിൽ ഏത് റിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? വാറണ്ടോ റിട്ട്. യെസ്, അപ്പം ഇതാണ് നമ്മളുടെ 5 റിട്ട്. ഒന്ന് ഹേബിയസ് കോർപ്പസ്, ബ്രിങ് ദ ബോഡി. അടുത്തത് മാൻഡമസ്, വി കമാൻഡ്. ഒരു പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീസ് അലങ്കരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരു ജോലി ചെയ്യാൻ പറയുന്നതാണെന്ത്? മാൻഡമസ്. ഹേബിയസ് കോർപ്പസ് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ടു ബ്രിങ് ദ ബോഡി, ഒരു ബോഡി ഹാജരാക്കുക. ഇല്ലീഗൽ ഡിറ്റൻഷനിൽ ഗവൺമെൻറ്റിൻ്റെയോ പോലീസിൻ്റെയോ ഏതെങ്കിലും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെയോ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസോ കിഡ്നാപ്പ് ചെയ്ത് വെച്ച വ്യക്തിയെ ഹാജരാക്കാൻ പറയുന്നതാണെന്ത്? ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഫോർബിഡ്, ടു പ്രിവെൻറ്റ്.
ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത കേസ് ഒരു കോടതി, ജുഡീഷ്യൽ ബോഡി ഓർ ക്വാസി ജുഡീഷ്യൽ ബോഡി കേൾക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത്? പ്രൊഹിബിഷൻ. സെർഷ്യോററി ടു സർട്ടിഫൈ, ഓക്കെ, ടു ക്വാഷ്. ഓൾറെഡി ട്രയൽ നടക്കുമ്പോഴാണ് പ്രൊഹിബിഷൻ. പക്ഷെ ട്രയൽ നടന്ന് വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? സെർഷ്യോററി ഉപയോഗിച്ച് അത് ക്യാൻസൽ ചെയ്യാം. അത് ഓർക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രിവെൻറ്റ് ചെയ്യുക, ആദ്യമേ തടയാൻ ശ്രമിക്കുക, പറ്റിയില്ലെങ്കിൽ മാത്രം ക്യൂർ ചെയ്യുക. ലാസ്റ്റ് വൺ ആണ് കോ വാറണ്ടോ. കോ വാറണ്ടോ വാട്ട്? ബൈ വാട്ട് അതോറിറ്റി? ഓക്കെ, യോഗ്യത ഇല്ലാത്ത ഒരാൾ ഒരു പബ്ലിക് ഓഫീസ്, റിമെമ്പർ പബ്ലിക് ഓഫീസ് ഒരാൾ അലങ്കരിച്ചാൽ അത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് കോ വാറണ്ടോ. കോ വാറണ്ടോ. പബ്ലിക് ഓഫീസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിലെല്ലാം വരും. ഇപ്പോൾ നമ്മുടെ KSEB, KSRTC, ഇപ്പോൾ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ, ബോർഡ്, എന്തെങ്കിലും ആവാം. ഓക്കെ, പക്ഷേ അവിടുത്തെ പൊളിറ്റിക്കൽ ഓഫീസസ് അല്ല. ഓക്കെ, മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അപ്പോയിൻമെൻറ്റുകളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വയലേഷൻ എന്ന് ഞാൻ പറഞ്ഞു. ചില എക്സാംസിന് ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ലെങ്കിൽ ലീഗൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, ഇത്തരം എക്സാമിൽ ചിലപ്പോൾ ചില ലാറ്റിൻ ഫ്രേസസ്, ജുഡീഷ്യറിയിലെ പല വേർഡ്സും ലാറ്റിൻ ഫ്രേസസ് ആണ്. ഇത് രണ്ടും നോക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ 2 പ്രിൻസിപ്പിൾസ് ആണ്. ഇതിൻ്റെ വേർഡ്സ് ചിലപ്പോൾ ചോദിച്ചേക്കാം, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥത്തിൽ. ഇപ്പോൾ നിമോ ജുഡെക്സ് ഇൻ കോസ സു. ഓക്കെ, നീയാണോ ജഡ്ജി നിൻ്റെ തന്നെ കേസിൽ, സ്വയം എന്നൊക്കെ ഓർക്കുക. നോ വൺ ഷുഡ് ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. അതായത് ഞാൻ ഒരാളെ കൊന്നിട്ട് ഞാൻ തന്നെ അവിടെ ജഡ്ജിയായിട്ടിരുന്ന് എന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കുറ്റവിമുക്തനാക്കും. അത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വയലേഷനാണ്. ഇത് പഠിച്ചു വെക്കുക, പല എക്സാംസിനും ആവശ്യം വരും. ഓഡി ഓൾട്ടറം പാർട്ടം, ഹിയർ ദി അതർ സൈഡ്. നമ്മളെപ്പോഴും ഒരു ശിക്ഷ വിധിക്കുമ്പോൾ എന്ത് ചെയ്യണം? 2 സൈഡിനെയും കേട്ടിട്ട് വിധിക്കണം. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അത് ഒരു സൈഡിനെ മാത്രം കേട്ടുകൊണ്ട് ആവരുത്. അപ്പോൾ ഈ ഓഡി ഓൾട്ടറം, ഓഡി ഹിയർ, ഓക്കെ, ഓൾട്ടറം, ഓൾട്ടർ, അതർ, ഓക്കെ, ഓഡി ഓൾട്ടറം പാർട്ടം, ഹിയർ ദി അതർ സൈഡ്. ഇത് ഓർത്തിരിക്കുക. പല എക്സാംസിനും, പ്രത്യേകിച്ച് ലീഗൽ അസിസ്റ്റൻറ്റ്, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻറ്റിനൊക്കെ ഇത്തരം പോയിൻറ്റ്സുകൾ വരാറുണ്ട്. യെസ്, അപ്പം ഇതോടുകൂടി നമ്മളുടെ റിട്സ് അവസാനിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള, ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓർത്തിരിക്കുക, റിട്സ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും. ഹൈക്കോടതി അണ്ടർ ആർട്ടിക്കിൾ 226, സുപ്രീം കോടതി അണ്ടർ ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 226 ഈസ് ഗ്രേറ്റർ ദാൻ ആർട്ടിക്കിൾ 32. 226 ആണല്ലോ വലിയ നമ്പർ 32വിനേക്കാളും. അങ്ങനെ പറയാൻ കാരണം എന്താണ്? സുപ്രീം കോടതിക്ക് എന്ത് മാത്രമേ സാധിക്കൂ? സുപ്രീം കോടതിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷനിൽ മാത്രമേ റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഹൈക്കോടതിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ കൂടെ എനി ലീഗൽ റൈറ്റ്സിൻ്റെ വയലേഷനും എന്ത് ചെയ്യാം? റിട്ട് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.